ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ ശ്രീസ് വ്ലോഗ്സ് ചാനൽ സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീസ് വ്ലോഗ്സ് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ആൻഡ് കമൻറ്റ് ഒരു ലൈക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ എന്നാ രാത്രിയിൽ എന്നാ പരിപാടി, എന്നാ തമ്പനയിൽ കണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ വീട്ടിലെ പാവക്കുട്ടിയെ ഇവൻ്റെ തലയുടെ അവിടുന്ന് അത് തുണിയെല്ലാം കീറിയിട്ട് പഞ്ഞി വെളിയിൽ വന്നായിരുന്നു. അങ്ങനെ ഈ പഞ്ഞിനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന പ്രക്രിയയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് ഇതൊരു നൈറ്റ് റുട്ടീനാണേ. അതിൻ്റെ ഇടയിൽ കൂടെ മോള് നാളെ ഇത് ശനിയാഴ്ച രാത്രി എടുത്ത വീഡിയോ. അപ്പോൾ ഞായറാഴ്ച അവധിയല്ലേ എന്നും പറഞ്ഞ് അവൾ പടം വരയ്ക്കും. കോഴിയാട്ടോ അത്. അങ്ങനെ നമ്മുടെ പാവക്കുട്ടിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവൻ നല്ല കുട്ടപ്പനായിട്ടുണ്ട്. തലയുടെ അവിടെയൊക്കെ തുന്നി വെച്ച് റെഡിയാക്കി. ഇത് നിവിയുടെ ഒരു 6 or 5 ബർത്ത്ഡേക്ക് വാങ്ങിച്ച സാധനം. ഈ ആൾ ഒരു വീട് കട്ടിൽ നിറഞ്ഞു കിടക്കും പുള്ളിക്കാരനെ കിടത്തിയ. നിവിയേക്കായി ഉയരമുണ്ട്. ഇതിൻ്റെ തലയുടെ അവിടെ തുണി കീറിയുണ്ട്. അത് ഉപയോഗിക്കാതെ വച്ചിരുന്നതാണ്. പിന്നെ വലിച്ചഴിച്ചുകൊണ്ട് വന്നത്. ഇനി ഇത് ഹാളിൽ നിന്ന് പോകത്തേ ഇല്ല. ഇനി ഇതിവിടെ തന്നെ കിടക്കും. അതിൻ്റെ പുറത്ത് കയറി കിടക്കാനും അവനെ ചവിട്ടാനും കൊല്ലാനും ഒക്കെ ആയിട്ട് നമ്മുടെ 2 പേര് റെഡിയാണ്. അവനെ അങ്ങോട്ട് ഇട്ടിട്ട് ഓടി വന്ന് പൊത്തോന്ന് അതിൻ്റെ പുറത്ത് വീഴുന്നത്. ശരി, പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആകുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത സ്ഥലം. നല്ല രീതിയിൽ ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-100 സ്റ്റിച്ചുണ്ട്. കുണ്ടൻ എന്നാണ് നമ്മളിവനെ വിളിക്കുന്നത്. ഗുണ്ട് പയ്യൻ. കുണ്ടൻ എന്ന് പറഞ്ഞ് അവസാനം ഗുണ്ടൻ പറഞ്ഞ് കുണ്ടൻ ആയി. അതുകൊണ്ട് നമ്മളിവൻ്റെ പേര് മാറ്റുക. പുതിയ പേര് വെച്ച് കേശു എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ കേശുവിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങാവുന്നതായിട്ട് അഭിനയിക്കുക ഒരുത്തി. ഇവരെന്തൊക്കെ കാണിച്ചാലും നമ്മുടെ ജോലി ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കാരെ ഹെൽപ്പ് ചെയ്യാൻ. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ഇഡ്ഡലി ആക്കണം. അങ്ങനെ ഒരിടത്ത് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അടുക്കളയുടെ സ്ഥിതി വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. രാത്രിയിൽ 2 പേർക്ക് ദോശ, ഞങ്ങൾക്ക് ചോറും സാമ്പാറൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിച്ചിട്ട് കൊച്ചുങ്ങളൊക്കെ കഴിച്ച്, ഏട്ടായി കഴിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ ഉള്ള പാത്രം ഇപ്പോൾ കഴുകുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ അരച്ചെടുക്കുന്ന ഗ്രൈൻഡറിൻ്റെ ഡ്രമ്മും കല്ലും ഒക്കെ അങ്ങോട്ട് അതിനകത്ത് ഇടുമ്പോൾ തന്നെ സിങ്ക് അങ്ങ് നിറയും. അതുകൊണ്ട് ഇതങ്ങോട്ട് ക്ലിയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവനെ ഇതിനകത്തോട്ട് ഇടാൻ എളുപ്പമുണ്ട്. പിന്നെ നാളെ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് അഡ്വാൻസായിട്ട് ജോലിയൊക്കെ ചെയ്ത് തീർക്കുന്നതാണ്. വേറൊന്നുമല്ല എൻ്റെ കാര്യം. പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. സാമ്പാർ ചോറും ആയിട്ട് അവർ ദോശ കഴിച്ച് കഴിഞ്ഞ് കൊച്ചുങ്ങൾ. പിന്നെ ഞാൻ കഴിക്കണം. പിന്നെ കേരളത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴ ഒരുവിധമൊക്കെ ശമിച്ചിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. മഴയൊക്കെ മാറി വെയിലൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ വെയിലേ ഉള്ളൂ, മഴയില്ല. പക്ഷേ ഇടയ്ക്ക് ഒരു ദിവസം ഒരു 1 hour മഴ പെയ്തായിരുന്നു. എന്നാലും ക്ലൈമറ്റൊക്കെ ഭയങ്കര ചൂടാണ്. അടുത്ത ആഴ്ച മുതൽ അവർക്ക് എക്സാം തുടങ്ങുക. ഫസ്റ്റ് മിഡ് ടേം തുടങ്ങുക 17-ാം തീയതി ചൊവ്വാഴ്ച, അതായത് ഇന്ന്. ഇത് എടുത്തത് ശനിയാഴ്ച എടുത്ത വീഡിയോസ് എല്ലാം കൂടെ ചേർത്ത് ഞായർ പോയി തിങ്കൾ പോയി ശരി ഇന്നെങ്കിലും നമ്മളിതിനെ അങ്ങ് റെഡിയാക്കി കുട്ടപ്പനാക്കി ഇടയില്ലെന്നുണ്ടെങ്കിൽ ഇതിരുന്ന് വളിച്ചു പോവും. അങ്ങനെ ഇതിനെ ഇന്ന് റെഡിയാക്കിയതാണ്. പാത്രമെല്ലാം ഒരുവിധം കഴുകി പറക്കി എടുത്ത് വെച്ച്, ഉഴുന്നാദ്യമേ കോരി എടുത്തിട്ടുണ്ടായിരുന്നു. ഉഴുന്നരഞ്ഞത് ഇനി അരിയും കൂടെ അരച്ച് റെഡിയാക്കി അരിയും കൂടെ വൃത്തിയായിട്ട് വടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് പരിപാടി തീരും. ഇനി അത് ഒരുവിധം പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവനെയും കൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കഴിച്ചു കേട്ടോ. ഇനി ഒരാൾ മാത്രമേ കഴിക്കാറുള്ളൂ. പുള്ളിക്കാരോടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാത്രവും കൂടെ ആകും. പിന്നെ രാത്രിയത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പാല് കാച്ചി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി തീരും. പിന്നെ നമ്മുടെ ഷോർട്സ് ലൈവ് വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പറയുക. ലൈവൊക്കെ ഇടുന്നത് ഇപ്പം ശനി ഞായറും സ്കൂൾ അവധിയായതുകൊണ്ട് ശനി ഞായർ ലൈവ് കണ്ട. ഇവിടുത്തെ പരിപാടി ഉണ്ടോ? പാവയുടെ പുറത്താണ് ഇവിടെ പരിപാടി. അതിനെ ഇന്ന് കൊല വിളിക്കും. ഇന്ന് തന്നെ അതിൻ്റെ തലയെ തച്ചു വെച്ചെല്ലാം പറഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത്. പിന്നെ നാളെ ഞായറാഴ്ചയാണ്. നാളെ അവൻ്റെ കഥ പോയി. അപ്പം ശനി ഞായറും ലൈവ് ഇടാനൊന്നും പറ്റത്തില്ല. ഇതുങ്ങൾ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നീ അട്ടഹാസം, ബഹളം, സൗണ്ടും ഒക്കെ കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ TV ഉറക്കം വെച്ചിട്ട്, ഇല്ലെങ്കിൽ എൻ്റെ ഫോൺ എനിക്ക് കിട്ടത്തില്ല.
അങ്ങനെ പിന്നെ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ശനി ഞായർ ലൈവ് വിട്ടിട്ട് അന്ന് എന്തെങ്കിലും വീഡിയോ ഷോർട്സും കാര്യമായിട്ട് ഇടണമെന്ന് വിചാരിക്കും. പക്ഷേ അതും നടക്കത്തില്ല. ഇത് എങ്ങനെ രാത്രിയിൽ അങ്ങ് എടുക്കാൻ പറ്റിയ വീഡിയോ ആയതുകൊണ്ട് ഇത് രക്ഷപ്പെട്ട്. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് അടുക്കളയൊന്ന് വൃത്തിയാക്കണം. ചൊവ്വാഴ്ച പരീക്ഷയുണ്ട്. അവർക്ക് കുറച്ച് കാര്യം ഇടയ്ക്ക് പോയി കുറച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട്. അതും ചെയ്യണം. നമ്മുടെ അരപ്പ് പരിപാടി കഴിഞ്ഞ് ഈ ഗ്രൈൻഡറിൻ്റെ അവിടെയും കൂടെ തുടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ മാവ് തെറിച്ചതൊക്കെ ഉണ്ടല്ലോ, അടച്ചു വെച്ച് അരയ്ക്കാത്തപ്പോൾ വെളിയിലോട്ട് 1-2 തുള്ളി തെറി. അതെല്ലാം അതൊക്കെ തുടച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുകയാണെങ്കിൽ അവിടെ ക്ലീനാവും. പിന്നെ അത് ആ സെക്ഷനിലോട്ട് നമുക്ക് പോകണ്ട. അപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒരുവിധം കഴുകിയിട്ടുണ്ട്. ഇനി ഡ്രമ്മും കല്ലും കൂടെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ 3/4 ഭാഗം പാത്രങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നാട്ടിലെന്നാണ്ട് വിശേഷം, എല്ലാവരും പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ. ഇനി അടുത്ത മാസം ഓണം വരാൻ പോകുന്നു. അഡ്വാൻസായിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവള് വന്ന് ഇങ്ങനെയൊക്കെ പരിപാടിയും കോപ്രായം ഒക്കെ കാണിച്ചിട്ട് പോയത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് എന്തോലും വേറെ ഒന്നും കാണിച്ചില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ചാടിത്തുള്ളി നശിപ്പിച്ച് കളഞ്ഞേനത് ആ വീഡിയോ. എന്തെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഓണമൊക്കെ വരാൻ പോവുക. ഇനി എല്ലാവരും ഓണത്തിനെ വരവേൽക്കാനുള്ള പരിപാടിയിലൊക്കെ ആവും. ഇനി അടുത്ത ഈ മാസമൊക്കെ തീരുമ്പോൾ സെപ്റ്റംബർ 14 തോന്നുന്നു. ഈ മാസം തീരാറായില്ലേ, 15 കുഴപ്പമില്ല. ഇനി 15 ദിവസമേ ഉള്ളൂ. പിന്നെന്തോ ആഗസ്റ്റ് 1 മാസം. കർക്കിടകം. ശരി, എല്ലാം നടക്കട്ടെ. ഇപ്രാവശ്യമെങ്കിലും ഓണത്തിന് വരാൻ പറ്റുമെന്ന് നോക്കട്ടെ. നടക്കത്തില്ല. ഓണം കഴിഞ്ഞിട്ട് വരാൻ നോക്കണം. ഓണം കഴിഞ്ഞിട്ട് ആശുപത്രി കേസുണ്ട് കേട്ടോ. അപ്പം ചെക്കപ്പിന് വരണം. ചെക്കപ്പിന് വരുമ്പോൾ ഇവിടെ ഓണത്തിന് കുഞ്ഞുങ്ങളുടെ ഓണത്തിൻ്റെ സമയത്താണ് ഇവിടെ പരീക്ഷ നടക്കുന്നത്. ഫസ്റ്റ് ടെർമിനൽ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 10 ദിവസം അവധി കിട്ടും. ആ സമയം നോക്കി വേണം നമ്മൾ ആശുപത്രി കണക്ക് ചെയ്ത് വരാനുള്ളത്. അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടന് ആഹാരം കഴിച്ച് എല്ലാ പാത്രങ്ങളും അടുപ്പിൻ്റെ അവിടെ നിന്നെല്ലാം വാരിയിട്ട് ആകെ പാത്രം കഴുകി എല്ലാം ചെയ്ത് തളർന്ന് പോയി. ഞാൻ വെള്ളം കുടിച്ച് പോയി. ഇപ്പം കഴിഞ്ഞിട്ട് ശരി ഒരു അരമണിക്കൂർ ഇവളോട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കവർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയണ്ടേ. ഇടയ്ക്ക് ഇച്ചിരി ഒരു ബുക്ക് എടുത്തുകൊണ്ടിരുന്ന് കുറച്ച് നേരം അതിൻ്റെ പുറകെ നിന്ന് ഇവളെ പഠിപ്പിക്കാതിരുന്ന് ഞമ്മക്ക് തല പൊട്ടിത്തെറിക്കുന്നത്. അത്രയ്ക്ക് ടെൻഷനാവും. ഒരുവിധം എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പാത്രം കഴുകി വെച്ച് ഇനി നാളെ അതെടുത്ത് ഉണങ്ങിയതെടുത്ത് വയ്ക്കാം. ഇന്നും പാല് കാച്ചിയ പാത്രം കിടപ്പുണ്ട്. എല്ലാം അങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുക്കള കണ്ണുവെട്ടാമല്ലോ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പരിപാടിയൊക്കെ മതി. അധികം ഒരുപാട് ജോലി ചെയ്താലും ക്ഷീണം. അതുകൊണ്ട് ശകലം ജോലി ബാലൻസ് വയ്ക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ജനലൊക്കെ അടച്ചിട്ട് പോയി കിടക്കാം. നാളെ സൺഡേ. അത് കൊറ്റി നല്ലോണം അടഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് ഒരില വാടി കരിഞ്ഞ് നമ്മുടെ അടുപ്പിൻ്റെ ചൂടടിക്കുന്നതെന്നാണ് തോന്നുന്നത്. കരിഞ്ഞിട്ടുണ്ട്. അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ലൊരു രാത്രി എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അടുക്കള പരിപാടിയെല്ലാം തീർത്തിട്ട് വെളി വന്നതാ. അപ്പോൾ ഓടി വന്ന് എന്നോട് ഇപ്പോൾ അവളെ വീഡിയോയിൽ കണ്ടവളാണ് ഞാൻ ഉറങ്ങുന്ന കണക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ആ പാവക്കുട്ടിയെ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് കയറി കിടന്ന് അവിടെ അഭിനയം അതിനേക്കായും. മണി 10:45 ആവാറായിട്ടുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞൻ വീഡിയോ രാത്രി റുട്ടീൻ നൈറ്റ് റുട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്ക്, ഒരു കമൻറ്റ് എല്ലാം കൊടുക്കണം. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു ഫ്രണ്ട്സ്. ഓക്കേ.